സോ ഇന്നത്തെ സമയത്ത് എന്റെ ഏറ്റവും വലിയ ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോണേ. പറഞ്ഞു വെച്ചാൽ മിക്ക ആൾക്കാർക്കും, എന്റെ എല്ലാ ഓഡിയൻസിന്റെ ഉള്ളിലും ഉള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. എല്ലാ ആൾക്കാർക്കും ബിസിനസ് ചെയ്യണം, എല്ലാ ആൾക്കാർക്കും ബിസിനസ് ടൈക്കൂൺ ആവണം, ബിസിനസ് എന്റർപ്രന്യൂർ ആവണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, വണ്ടി വേണം, അത് വേണം, പേര് വേണം, അത് ഇത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ 5 to 10 കൊല്ലം സാക്രിഫൈസ് ചെയ്യാനുള്ള ബലം ഉണ്ട്. നിങ്ങൾക്ക് 5 to 10 കൊല്ലം വരെ നിങ്ങൾക്ക് ചവിട്ടും തുപ്പും സഹിക്കാനുള്ള ഫലമുണ്ട്. എന്നാൽ മാത്രം ബിസിനസ്സിൽ ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഔട്ട് ആവും, ഈ പറഞ്ഞ വെച്ചാൽ ഗെയിം ഔട്ട് ആവും, പിന്നെ ഡിപ്രഷൻ അടിക്കും. ചില ആൾക്കാർ തൂങ്ങിച്ചാവും, ചില ആൾക്കാർ എന്തെങ്കിലും ചെയ്യും, ചില ആൾക്കാർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഒരു 5 to 10 കൊല്ലം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് പട്ടിയെ മാതി പണിയെടുക്കാൻ പറ്റും വെച്ചാൽ മാത്രം ബിസിനസ് ചെയ്താൽ മതി. അതിന്റെ മുമ്പേ ഒരു സക്സസും കിട്ടില്ല. ഞാൻ ഇവിടെ ഉള്ളത് എന്തുകൊണ്ടറിയോ? ഞാൻ ഉറപ്പായിട്ട് ഞാൻ തുറന്നിട്ടൊരു കാര്യം പറയാം. എന്റെ അച്ഛനും അമ്മയും എന്റെ ഏട്ടന്മാരൊക്കെ കുറെ കാശുണ്ടാക്കി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ. എനിക്ക് വേണ്ടത്ര എന്റെ വീട്ടുകാരുടെ അടുത്ത് കാശുണ്ട്. ആൻഡ് പറഞ്ഞാ എനിക്ക് വേണ്ടതൊക്കെ അവർ ചെയ്തു തരും. അപ്പൊ എനിക്ക് ബിസിനസ്സിൽ ഇരിക്കാൻ മാത്രമേ വേണ്ടുള്ളൂ. അവർ 5 to 10, 20 കൊല്ലം വരെ ഇരുന്നിട്ട് അവർ ബിസിനസ് മുഴുവൻ സെറ്റിൽ ആക്കി. ഇനി എനിക്ക് എന്താ വെച്ചാൽ ആ ബിസിനസ്സിന് വിട്ടിട്ട് എനിക്ക് കുറച്ച് എന്റെ വീട്ടുകാരൊക്കെ എന്താ വെച്ചാൽ ഈ ട്രഡീഷണൽ ബിസിനസ്സാ പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ആവാം, ഈ അതിലൊക്കെ ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഞാൻ ടോട്ടലി AI ആൻഡ് ഓൺലൈൻ ബിസിനസ്സിലാണ്. പിന്നെ ഞാൻ ഫാർമസ്യൂട്ടിക്കൽസിലും പഠിക്കുമ്പോൾ ഫാർമസി ഇതൊക്കെയാണ്. അപ്പോ ഞാൻ എന്താ പറയാന്ന് വെച്ചാൽ എന്റെ വീട്ടുകാരുടെ അടുത്ത് കാശുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ബിസിനസ്സിൽ ഇറങ്ങി. ആൻഡ് ഭഗവാൻ സഹായിച്ചിട്ട് ഞാൻ സക്സസ്ഫുൾ ആയി. നിങ്ങൾക്ക് അങ്ങനെയല്ല ഉണ്ടാവുക. നിങ്ങളുടെ അച്ഛനും അമ്മയുടെ അടുത്ത് കാശ് ഉണ്ടെങ്കിലും വിചാരിച്ചോളൂ. എന്നാലും എന്റെ മാതി മൈൻഡ് സെറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എന്റെ മാതി വേറെ ചെക്കന്മാരുടെ മാതി മൈൻഡ് സെറ്റ് ഉണ്ടോ? വിചാരിക്കാൻ പറ്റും നിങ്ങളുടെ അച്ഛന്റെ അടുത്ത് കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൂരത്തടിച്ചിട്ട് പറ്റില്ല. അത് പറ്റില്ല. നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ എഴുതി തന്നു, ഈ 1 ലക്ഷം രൂപ. എന്നാൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം 1.5 ലക്ഷം അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവർ പിന്നെ എന്തിനാ 1 ലക്ഷം രൂപ നിങ്ങളുടെ മീതി വെറുതെ ഇൻവെസ്റ്റ് ചെയ്യാം? ബിസിനസ് വീട്ടിലും ഒരു ബിസിനസ് തന്നെ. നിങ്ങളുടെ തന്തിയും തള്ളി നിങ്ങൾ എന്തുകൊണ്ടാ പഠിപ്പിക്കണറിയോ? നാളെ മേലാൽ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് അവരെ കാശുണ്ടാക്കി. അതാണ് ഒരു ജീവിതം, ഒരു ബിസിനസ്സാ. എന്റെ ഫ്രണ്ട് ഓഫ് വ്യൂല് കണ്ടു വെച്ചാൽ ജീവിതം ഒരു ബിസിനസ്സാ. അച്ഛനും അമ്മ നിങ്ങൾ എന്തിനാ പഠിപ്പിക്കണ? വയസ്സങ്കാലം അവരെ നോക്കും. ഓർ ഒബ്വിയസ്, നിങ്ങൾ വയസ്സങ്കാലത്ത് തന്തി നല്ല നോക്കാണ്ടിരിക്കും. നിങ്ങൾക്ക് വേണ്ടത്തെ തെറി കേൾക്കില്ല. ആൻഡ് നിങ്ങൾ എന്തിനാ നിങ്ങളുടെ അച്ഛനമ്മീനും നോക്കണം? വയസ്സങ്കാലത്ത് അവരുടെ പ്രോപ്പർട്ടിയും അത് ഇതൊക്കെ കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾ കുട്ടിക്കാലാവുമ്പോൾ അവർ നിങ്ങളുടെ മീതെ എത്ര കാശ് തന്നെ ചെലവാക്കണം? ഈ നല്ല ഫ്യൂച്ചർ അയച്ചാൽ നല്ല ജീവിക്കാൻ പറ്റും. അതാണ് ശരിക്കും ബിസിനസ്. ഞാൻ ജീവിതം തുടങ്ങുമ്പോഴാണ് ബിസിനസ് മനസ്സിലാക്കാൻ. ബിസിനസ് എന്താണ് അറിയോ? ഈ മൈക്കുണ്ട്, 100 രൂപയ്ക്ക് മൈക്ക് മേടിച്ചു, 110 രൂപയ്ക്ക് വിറ്റു വെച്ചാൽ ഈ മൈക്കിന്റെ തന്നെ മുതലാവില്ല. അത് എന്താ വെച്ചാൽ 10 രൂപ എന്റെ സ്കില്ലിന്റെ കാശാ അത്. അതല്ലാണ്ട് 10 രൂപ ആ പ്രോഫിറ്റ് തന്നെ ഞാൻ പിന്നെ മറിച്ചു വെച്ചാൽ എനിക്കത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഈ മൈക്ക് മേടിച്ചു 100 രൂപയ്ക്ക്, ഞാൻ ഇത് വിറ്റു 150 രൂപയ്ക്ക്. 20 രൂപ എന്റെ പ്രോഫിറ്റ്. 130 രൂപ നെക്സ്റ്റ് ടൈം 2 മൈക്ക് മേടിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മൈക്കും, അല്ലെങ്കിൽ ഒരു മൈക്കും ഈ മൈക്കിന്റെ മീതിന്റെ സ്പഞ്ച് 30 രൂപയ്ക്ക് മേടിച്ചിട്ട് പിന്നെയും വിൽക്കാൻ. അതിന് 200 രൂപ ഉണ്ടാക്കും. അതാണ് ബിസിനസ്. നിങ്ങൾ 100 രൂപ ഉണ്ടാക്കി, 110 രൂപ നിങ്ങളുടെ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 110 രൂപ ഉണ്ടാക്കി, 10 രൂപ നിങ്ങളുടെ പ്രോഫിറ്റും വെച്ചു, 100 രൂപ അടുത്ത പ്രാവശ്യം കൊണ്ടുവന്നു. എന്നാൽ അത് ബിസിനസ് അല്ല, അതൊരു ജോബാ. എന്താണ്? 100 രൂപ മേടിച്ചു, 100 രൂപയുടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 110 രൂപ ഉണ്ടാക്കി. എല്ലാ ദിവസവും 10 രൂപയുടെ പ്രോഫിറ്റ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ എണിച്ചിട്ട് പണി കിട്ടണം. പണിയെടുത്തില്ലെങ്കിൽ എന്താ 10 രൂപയുടെ പ്രോഫിറ്റ് കൂടി കിട്ടില്ല. ബിസിനസ് അതല്ല ഉണ്ടാവുക. 100 രൂപ ഉണ്ടാക്കി, 110 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി, 30 രൂപ ഞാൻ പിന്നെയും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, 20 രൂപ എന്റെ പ്രോഫിറ്റ്, 130 രൂപ. 100 രൂപ ആദ്യത്തെ പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്തു, 130 രൂപ അടുത്ത പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്തു. ഇനി അതിന്റെ അടുത്ത പ്രാവശ്യം 160 രൂപ, അതിന്റെ അടുത്ത പ്രാവശ്യം 190. അങ്ങനെ ഉണ്ടാക്കി അങ്ങനെയാണ് ഒരു എംപയർ ക്രിയേറ്റ് ആവുക. 100 രൂപയുടെ സാധനം 110 രൂപയ്ക്ക് എല്ലാ ദിവസവും ഇട്ടെന്ന് പറഞ്ഞാൽ അത് ബിസിനസ് അല്ല, അത് പ്രോഫിറ്റും അല്ല. അതെന്ത് പ്രോഫിറ്റ്? അതെന്ത് ബിസിനസ്? അതല്ല ബിസിനസ്. ഇതാണ് ഞാൻ പറഞ്ഞതാണ് ബിസിനസ്. പിന്നെ അടുത്ത പ്രാവശ്യം ബിസിനസ് ചെയ്യുമ്പോൾ കറേജ് വേണം. എന്നെ ആരും തോപ്പിക്കില്ല, എന്റെ കാട്ടിലും ബെസ്റ്റ് ആരുമില്ല. ഏറ്റവും വലിയ നമ്മളുടെ അവിടുത്തെ മിത്ത് എന്താ അറിയോ? എല്ലാ ആൾക്കാർക്കും ഈ ബിസിനസ്സിനിടയിൽ ആ ചെക്കൻ ആ ബിസിനസ് ചെയ്യണ്ടല്ലോ, ഞാൻ ആ ബിസിനസ് ചെയ്ത് എനിക്ക് പ്രോഫിറ്റ്. അരെ, ഈ സൂര്യന്റെ താഴത്ത്, ഈ മേഘത്തിന്റെ താഴത്ത് എല്ലാ സാധനവും കോപ്പിയിടാ. എല്ലാ സാധനവും
ഞാൻ ഇന്ന് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നു, എന്റെ മാതി എത്ര 100 ചെക്കന്മാർ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് എന്റെ നോക്കണം, ഞാൻ അവരുടെ കാട്ടിലും കുറച്ച് കൂടുതൽ വ്യത്യസ്ത എന്തെങ്കിലും വേറെ സാധനം കണ്ടുണ്ടോ? എന്നെ കളിയാക്കാൻ വാങ്ങിച്ചാലും നിങ്ങൾ എന്റെ അടുത്ത് വന്നു എനിക്ക് വ്യൂസ് തരണില്ലേ, എനിക്ക് വ്യൂസ് തന്നു എനിക്ക് കാശ് കിട്ടണില്ലേ? അതാണ് മൈൻഡ് സെറ്റ്. ഇങ്ങനത്തെ ഒരു ബിസിനസ്സും ഇല്ല ആരും തുടങ്ങാത്തത്. എന്നാ പിന്നെ അറബി കടലിൽ പോയിട്ട് നിങ്ങൾക്ക് വെള്ളം വെക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അറബി കടലിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു സ്വർണ്ണത്തിന്റെ ജ്വല്ലറി ഇടേണ്ടി വരും. അങ്ങനത്തെ ബിസിനസ് ഒക്കെ ഇനി ആരും ചെയ്യാത്തതുള്ളൂ. അപ്പൊ അതാണ് പറയുന്നത്, ബിസിനസ് എല്ലാ ബിസിനസ്സും എല്ലാ ആൾക്കാരും ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ബിസിനസിന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് എത്ര വ്യത്യസ്തമായിട്ട് ചെയ്തിട്ട് എത്ര എല്ലാവരുടെയും കാട്ടിലും കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും, അതാണ് നിങ്ങളുടെ കേപ്പബിലിറ്റി. ഇന്ന് ഞാൻ ബിസിനസ്സിൽ ഇറങ്ങി, ഞാൻ പറയണോക്കി എന്റെ അടുത്ത് ഈ കാശുണ്ട് പക്ഷെ മറ്റെല്ലാവരുടെ അടുത്തും കാശുണ്ടല്ലോ, എന്റെ അടുത്ത് ഈ സാധനം ഉണ്ട് പക്ഷെ മറ്റേ അടുത്തുണ്ടല്ലോ, എന്റെ അടുത്ത് ഈ സാധനം ഉണ്ട് മറ്റേ അടുത്ത്. ഫക്ക് ഓഫ് യാർ. അവന്റെ അടുത്ത് എല്ലാ സാധനവും ഉണ്ട്, പട്ടും അവന്റെ അടുത്ത് എന്റെ കാട്ടിലും കൂടുതലുണ്ടാവും. പക്ഷെ എന്റെ അടുത്ത് ചങ്കൂട്ടം ഉണ്ടാവില്ല, എന്റെ അടുത്ത് കറേജ് ഉണ്ടാവില്ല, എന്റെ അത്ര മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല, എന്റെ അത്ര ഉള്ളത് എനിക്ക് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവില്ല. ബിസിനസ് എന്താ പോസിറ്റീവ് തിങ്കിങ്. ഇന്നലെ രാത്രി എന്റെ ലോസ് ആയി, ഇന്ന് രാവിലെ പിന്നെ എണിച്ചിട്ട് ഞാൻ പണിയെടുക്കുന്നു, ഇന്ന് രാത്രി ആകുമ്പോഴേക്കും എനിക്ക് ആ ലോസ് കവർ ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതാണ് ബിസിനസ്. നിങ്ങൾ ഇന്നലെ രാത്രി പ്രോഫിറ്റ് ആയ ഇന്ന് രാവിലെ എന്ത് പണി എടുക്കാനാ, ഇന്നലെ പ്രോഫിറ്റ് ലോസ് ആയില്ലേ ഇന്ന് എന്ത് ചെയ്യാനാ, അല്ലെങ്കിൽ ഇന്നലെ രാത്രി പ്രോഫിറ്റ് ആയില്ലേ എന്ത് പണി ചെയ്യാനാ, ആ പ്രോഫിറ്റ് ആദ്യം ഒന്ന് ദൂരെ തെളിച്ചിട്ട് കളയട്ടെ പിന്നെ അടുത്ത പ്രാവശ്യം. ദാറ്റ് ഈസ് നോട്ട് എ ബിസിനസ്. അങ്ങനെ ബിസിനസ് ചെയ്യാൻ അതിനെക്കാളും വിടിൻ, ഫക്ക് ഓഫ്. നിങ്ങളുടെ കാശ് ഉണ്ടാക്കണ്ട, നിങ്ങൾ ജോബ് ചെയ്യും. ബിസിനസ് ചെയ്യാൻ ഇങ്ങനെ ബിസിനസ് ചെയ്തു വെച്ചാൽ നാലുമേല നിങ്ങളുടെ വീട്ടിന്റെ കാശ് കൂടി നിങ്ങൾക്ക് എടുക്കാൻ പഠിക്കാൻ പറ്റില്ല. കുറെ ആൾക്കാരെ എനിക്കറിയാം ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്തിട്ട് അവരുടെ വീട്ടിന്റെ കടലാസ് വരെ പോയിട്ട് അവരുടെ വീട് വരെ പോയി റോട്ടിലൊക്കെ കിടക്കണം ഇന്നത്തെ സമയത്ത്. എത്ര ആൾക്കാർ എനിക്കറിയാം. പിന്നെ മൂന്നാമത്തെ കാര്യം, ബിസിനസിന്റെ ഉള്ളിൽ ഈഗോ പാടില്ല. ഈ ഉള്ളിലുള്ള അതുണ്ടാവില്ലേ, എന്താ പറയാ, എനിക്ക് ഞാനാണ് ഏറ്റവും വലിയ ആള്, അങ്ങനത്തെ പൊട്ടത്തരം ചെയ്തു വെച്ചാൽ നിങ്ങളുടെ ബിസിനസ് എപ്പോ പൊട്ടിയെന്ന് ചോദിച്ചാൽ മതി. ദാറ്റ്സ് ട്രൂത്ത്, ദാറ്റ് ഈസ് സോ ട്രൂത്ത്. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവരുടെയും മുമ്പിൽ പട്ടിയെ പോലെ നിൽക്കേണ്ടി വരും. ഇഫ് someone is your customer, so you are the dog of that person. അങ്ങനെ നിൽക്കണം, എന്നാലും ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ജാതി മതി, നീ ആരടാ, ഞാനാണ് ഈ കടയുടെ മുതലാളി, നീ ആരടാ, അതാ അവൻ കുണ്ടിക്ക് ചവിട്ട് തന്നിട്ട് പോകും, അവൻ വേറെ അടുത്ത് പോകും. ഞാൻ ഒരു കാര്യം പറഞ്ഞു തന്നില്ലേ, ഈ സൂര്യന്റെ താഴത്ത് ഉള്ള എല്ലാ സാധനവും കോപ്പിയിടാ. നിങ്ങളുടെ മാതി 10 കോപ്പികളും ഉണ്ടാവും അവന്റെ അടുത്ത്. നിങ്ങൾ അവനോട് മാന്യം മര്യാദയായിട്ട് നിന്നില്ലെങ്കിൽ അവൻ മറ്റേ അടുത്ത്. പക്ഷെ നിങ്ങൾ മാന്യം മര്യാദയായിട്ട് നിർമ്മിച്ചാൽ അവൻ നിങ്ങളുടെ ഒരു ലോയൽ കസ്റ്റമർ, ജീവൻ മുഴുവനും അവൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് മേടിക്കുമ്പോൾ എത്ര കാശ് ഉണ്ടാക്കാൻ പറ്റും? അതൊക്കെയാണ് ബിസിനസ്. ബിസിനസിന്റെ കുറെ വലിയ വലിയ ലോ പോയിന്റും ഉണ്ട്, അങ്ങനെയുണ്ട്. പക്ഷെ നമ്മളുടെ പാടൊന്നും ഈ കാശ് ഉണ്ടാക്കുന്ന ഒരു സ്കില്ല് പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മളുടെ പാടെ എന്താ പറഞ്ഞു തന്നിരിക്കണം, ഈ അക്ബർ ആരാ ഉണ്ടായിരുന്നു, ബീർബൽ ആരാ ഉണ്ടായിരുന്നു, ചാണക്യ ആരാ ഉണ്ടായിരുന്നു, അതാരാ ഉണ്ടായിരുന്നു, അറിയാറ്. ഇതൊക്കെ പഠിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? എനിക്ക് ഇതിന്റെ എന്ത് കിട്ടി? എനിക്ക് ഈ ഹിസ്റ്ററി പറഞ്ഞ ഒരു സാധനം പഠിച്ചിട്ട് പോളിറ്റിക്സ്, ജോഗ്രാഫിക്സ് തിങ് അതൊക്കെ എനിക്ക് അറിഞ്ഞു വെച്ചാൽ എനിക്ക് ഒരു നോർമൽ ഞാൻ എവിടെ പോയി എനിക്ക് മനസ്സിലാവും, ഓക്കെ ദാറ്റ്സ് ഇറ്റ്. പക്ഷെ എനിക്ക് ഹിസ്റ്ററി പഠിച്ചിട്ട് എന്താ കിട്ടി? എനിക്ക് എന്റെ സ്വന്തം ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും മോട്ടിവേഷൻ? നോ യാർ. എനിക്ക് യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാൻ മോട്ടിവേഷൻ എഴുതിയാൽ മതി, 10 ഇരട്ടി അതിന്റെ കാട്ടും മോട്ടിവേഷൻസ് കിട്ടും. എന്റെ 30 കൊല്ലം മുമ്പുള്ള സിലബസ് പഠിച്ചിട്ട് ഇന്നത്തെ സമയത്ത് എന്റെ തേങ്ങ വളർത്താൻ പോണ നിങ്ങള്. സോ തിങ്ക് റിച്ച്ലി, വൈസ്ലി എന്നല്ല പറയാ, തിങ്ക് റിച്ച്ലി എന്നാ പറയാ. നിങ്ങളെ കുറെ പണമായിട്ട് ഇങ്ങനെ ആലോചിക്കും, പിന്നെ ബുദ്ധി വെച്ച് ആലോചിക്കും. ജീവിതം കുറെ കഷ്ടപ്പെടും നിങ്ങൾ ജീവിക്കാൻ. AI-യും VI ഒക്കെ വന്നു. ഒരു 10 കൊല്ലം കഴിഞ്ഞ റോബോട്ട് വരും. റോബോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ, ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ തിങ്ക് റിച്ച്ലി, വർക്ക് സ്മാർട്ട്ലി ആൻഡ് മേക്ക് മണി, ലോട്ട്സ് ഓഫ് മണി. ഉണ്ടാക്കാൻ പറ്റുന്നത്ര മണി ഉണ്ടാക്കി. കുറെ ആൾക്കാർ പറയും ഈ ആള് ശരിയല്ല, ഈ പാർട്ടി ശരിയല്ല, ഈ ധർമ്മം ശരിയല്ല, ഈ സാധനം അതാണ്, ഈ സാധനം അരെ തേങ്ങ. എനിക്കും കുറെ എന്റെ പേഴ്സണൽ ബേസിസ് ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. ഈ ധർമ്മം ശരിയല്ല, ആ പാർട്ടി ശരിയല്ല, അതാണ് ഇതാണ്, ഈ പെണ്ണുങ്ങൾ അങ്ങനെയാണ്, അത്. എനിക്ക് എവിടെ എന്റെ പ്രോഫിറ്റ് കിട്ടുന്നു, എനിക്ക് എവിടെ എന്റെ കാശ് കിട്ടുന്നു, സോ ദാറ്റ് ഈസ് മൈൻ പാർട്ടി, ദാറ്റ് ഈസ് മൈൻ കാസ്റ്റ്, ദാറ്റ് ഈസ് മൈൻ ഗേൾ. അതാണ് എന്റെ ഫിലോസോഫി. എവിടെയാണ് എനിക്ക് കാശ് കിട്ടുന്ന ആ സ്ഥലം എന്റെയാണ്. എവിടെയാണ് എനിക്ക് റെസ്പെക്ട് എന്ത് ചെയ്യാനാ, കാശ് ഉണ്ടെങ്കിൽ റെസ്പെക്ട് എന്തായാലും വരും. That's it. So peace out. Follow for more crazy content.